കുറുവ സംഘത്തിൽ ഉൾപ്പെട്ടതെന്ന് സംശയിക്കുന്ന ആൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. എറണാകുളം കുണ്ടന്നൂർ ഭാഗത്തു നിന്നാണ് ഇയാളെ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകും വഴിയാണ് കസ്റ്റഡിയിൽ നിന്ന് ചാടിയത്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. അത് നമ്മൾ നോക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തുനിന്നും നമ്മൾ പല സഹായങ്ങൾ നമ്മൾ തേടുന്നുണ്ട്, ഇൻക്ലൂഡിങ് റെയിൽവേ പോലീസ്, അങ്ങനെ ബസ് സ്റ്റാൻഡ്, എയ്ഡ് പോസ്റ്റുകൾ, എല്ലായിടത്തും നമ്മൾ പരിശോധന വ്യാപിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ പ്രദേശത്തെ ഈ ഭാഗത്ത് ഞങ്ങൾ നോക്കുന്നത് ഫയർഫോഴ്സ് മാത്രമായിട്ടാണ്, ഫയർഫോഴ്സും പോലീസും. ഇവിടെ പരിശോധന തുടരുകയാണ്. അതിവിടെ വന്നവർ സ്ക്വാഡിലെ ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന വിവരമാണ്. അത് കുഴി കുഴിച്ച് ആരും കാണാത്ത രീതിയിൽ കിടക്കുകയായിരുന്നു, ഷീറ്റിട്ട് മൂടിയ അവസ്ഥയിലായിരുന്നു. അതാരും മനസ്സിലാക്കുന്ന തരത്തിലായിരുന്നു. കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അവിടെ ഒരാൾ കിടക്കുമെന്നുള്ളത് മനസ്സിലാകത്തില്ല. ആ രീതിയിൽ വളരെ വൃത്തിഹീനമായ ഒരു കൂടാരത്തിൻ്റെ ഉള്ളിൽ തറയിൽ വേറെ മണ്ണിൽ കുഴിച്ച് ഈർപ്പത്തോടുകൂടി കിടക്കുകയായിരുന്നു. ഒരാൾ അതിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു, ആ കൂടാരത്തിൽ ഉണ്ടായിരുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. ഇവരോടൊപ്പം കൂട്ടമായിട്ട് താമസിക്കുന്നതിൽ ഒരാൾ, അത് വേറെ ഒരാൾ കൂടിയുണ്ട്, അയാളും കൂടി ഓടിപ്പോയെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഫാമിലി ആയിട്ടായിരുന്നു അവർ താമസിക്കുന്നത് അല്ലേ എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ഫാമിലിയാണെന്നുള്ളതാണ്. കൂടുതൽ അതിൻ്റെ അന്വേഷണം എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇവർ മോഷണത്തിനൊക്കെ കൊണ്ടുപോയിട്ടുള്ള ആയുധങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഏറെക്കുറെ പിച്ചാത്തികൾ അതുപോലുള്ള വസ്തുക്കളാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതികരണമാണ് വരുന്നത്. കുറുവ സംഘത്തിൽപ്പെട്ടയാളാണ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയതെന്നാണ് സംശയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ആലപ്പുഴ ഭാഗത്തൊക്കെ കുറുവ സംഘം നടത്തി അവരുടെ നേതൃത്വത്തിലുള്ള മോഷണമൊക്കെ വലിയ ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്.